ഹലോ, വെൽക്കം ടു മയസ് ഇ ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ, ഇംഗ്ലീഷിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം SSLC എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അപ്പം ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും പല പ്രോബ്ലംസും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? Here I have drawn squares here. First square is of side 1 cm. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് 1 cm ആണ്. രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് 2 cm ആണ്. തേർഡ് സ്ക്വയർ is of side 3 cm and the last square is of side 4 cm. I am writing here sides of these squares. The sides are 1, 2, 3 and 4 cm etc. If I draw again squares, it will go on like that. Now I am trying to find out the perimeters of these squares. I am trying to find out the perimeters. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, 4 into സൈഡ് ആണ്. അപ്പം ഫസ്റ്റ് സ്ക്വയറിന്റെ പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് സ്ക്വയർ എത്രയാണ്? 4 into സൈഡ് ഈസ് 1 cm. അപ്പോൾ 4 into 1 4 ആണ്. സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ 4 into 2 8. തേർഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ 4 into 3 12 cm ആണ്. ആൻഡ് ദ ലാസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് 4. അപ്പോൾ അതിന്റെ പെരിമീറ്റർ 4 into 4 16 cm. ഇനി ഇതിന്റെ ഏരിയ എന്തായിരിക്കും നോക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ്? സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് സൈഡ് 1 cm ആയതുകൊണ്ട് 1 സ്ക്വയർ ആയിരിക്കും. 1 സ്ക്വയർ ഈസ് 1 only. സെക്കൻഡ് സ്ക്വയറിന്റെ ഏരിയ 2 സ്ക്വയർ 4. തേർഡ് സ്ക്വയറിന്റെ ഏരിയ 3 സ്ക്വയർ 9. ഫോർത്ത് സ്ക്വയറിന്റെ ഏരിയ 4 സ്ക്വയർ 16. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സിയർ we can say that it is a sequence. ഇതൊരു സീക്വൻസ് എന്ന് പറയാം, ശ്രേണി എന്ന് പറയും മലയാളത്തിൽ, സീക്വൻസ്. ഈ സീക്വൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ഒരു പർട്ടിക്കുലർ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ റൂൾ എന്താണ്? 4 into സൈഡ് ആണ് റൂൾ. ഇവിടെ സൈഡിന്റെ സ്ക്വയർ ആണ്. So can you say what is a sequence? A set of numbers written like this as the first term, second, third and fourth and so on according to a particular rule. ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് ഒരു സീക്വൻസ് ആണ്. 1 4 9 16 ഇതൊരു സീക്വൻസ് ആണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പദങ്ങൾ ഒരു നിശ്ചിത ഓർഡറിൽ എഴുതുന്നു. ഫസ്റ്റ് ടൈം ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്നിങ്ങനെ എഴുതുന്നു. ആ സീക്വൻസ് ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചായിരിക്കും എഴുതുന്നത്. ഇവിടെ റൂള് സൈഡ് സ്ക്വയർ ആണ്. ഇവിടെ ഇനി നമ്മൾ അടുത്തായി പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലേക്കാണ്. അരിത്തമെറ്റിക് സീക്വൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന പെരിമീറ്ററിന്റെ സീക്വൻസ് എടുക്കുകയാണ്. പെരിമീറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്ന 4 6 8 10 എക്സെട്ര. ഇതാണ് നമുക്കറിയാം. ഈ സീക്വൻസിലെ ഓരോ ടേമും അതിന് തൊട്ട് പുറകിലുള്ള ടേമിനോട് 2 ആഡ് ചെയ്താണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? 4 + 2 6 and 6 + 2 8 8 + 2 10. Each term of this sequence is obtained by adding 2 to the previous term. തൊട്ട് പുറകിലുള്ള ടേമിനോട് 2 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സീക്വൻസിലെ ഓരോ ടേമും കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് we start from any term and adding a fixed number repeatedly. Such a sequence is called arithmetic sequence. I am writing here another example for arithmetic sequence 5 10 15 20 etc. See here, ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന 5-ലാണ്. ഈ 5-ന്റെ കൂടെ 5 ആഡ് ചെയ്ത് 10 കിട്ടുന്നു. വീണ്ടും 10-ന്റെ കൂടെ 5 ആഡ് ചെയ്ത് 15 കിട്ടുന്നു. 15-ന്റെ കൂടെ 5 ആഡ് ചെയ്ത് 20 കിട്ടുന്നു.
അപ്പോൾ 5, 10, 15, 20 etc. is also an example for arithmetic sequence. അപ്പോൾ നമുക്കറിയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ടേം നിങ്ങൾ പരിചയപ്പെടണം. അത് കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ് അതായത് രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ്. രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു ടേമിൽ നിന്ന് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടേമാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം 10 മൈനസ് 5, തേർഡ് ടേമിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട സെക്കൻഡ് ടേമാണ്. ഫോർത്ത് ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം 15. ഇതെല്ലാം എത്രയാണെന്ന് നോക്കാം. 10 മൈനസ് 5 5, 15 മൈനസ് 10 5, 20 മൈനസ് 15 5. So we get this difference as a constant number. Constant difference is called as common difference. So can you say what is common difference of an arithmetic sequence? The constant difference obtained by subtracting from any term the just previous term is called a common difference of an arithmetic sequence. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊസിഷനും ആ പൊസിഷനിലുള്ള ടേമും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുന്നുണ്ട്. 5, 10, 15, 20, 25 etc. നമുക്കറിയാം 5 ഈസ് ഇൻ ഫസ്റ്റ് പൊസിഷൻ. അതിൻ്റെ ഒന്നാമത്തെ ടൈമാണ് 5 അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈം ഏതാണ്? സെക്കൻഡ് ടൈം ഈസ് 10, തേർഡ് ടൈം ഈസ് 15, ഫോർത്ത് ടൈം 20, ഫിഫ്ത്ത് ടൈം ഈസ് 25. ഇനി ഞാൻ ഈ സീക്വൻസിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേം തമ്മിലുള്ള പൊസിഷന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. പൊസിഷൻ ഡിഫറൻസ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് എനി ഏതെങ്കിലും രണ്ട് ടേമിന്റെ പൊസിഷനിലുള്ള ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ്. ഞാനിവിടെ കണ്ടുപിടിക്കുന്ന അഞ്ചാമത്തെ ടേമും രണ്ടാമത്തെ ടേമിന്റെയും പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 5ഉം 2ഉം തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് അത് 5 മൈനസ് 2 ആയിരിക്കും അല്ലേ. അഞ്ചാമത്തെ പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം 5 മൈനസ് 2 3 ആയിരിക്കും. ഇനി ഞാൻ ഈ പൊസിഷനിലുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ടേം ഡിഫറൻസ് എന്ന് പറയാം. അതിന് ടേം ഡിഫറൻസ് നമുക്കറിയാം. അഞ്ചാമത്തെ ടേം 25, രണ്ടാമത്തെ ടേം സെക്കൻഡ് ടേം ഈസ് 10, 25 മൈനസ് 10 ഈസ് 15. അതിപ്പോൾ എനിക്ക് പൊസിഷൻ ഡിഫറൻസ് കിട്ടി, അതുപോലെ തന്നെ ആ പൊസിഷനിലുള്ള ടേംസിന്റെ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കുന്നത് പറയാം. 10 മൈനസ് 5 എത്രയായിരിക്കും? 10 മൈനസ് 5 ആയിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഇനി നമുക്കറിയാം ഈ 15 എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 ഈസ് product of 3 and 5, isn't it? 15 is the product of 3 and 5. അതായത് what is 15 here? 15 is the term difference. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, term difference. 3 is the position difference. Position difference. And 5 is the common difference. Common difference CD എന്ന് ഉപയോഗിക്കാം. So we come to an important relation. In case of an arithmetic sequence, term difference is the product of position difference and common difference. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ പൊസിഷൻ ഡിഫറൻസിൻ്റെയും കോമൺ ഡിഫറൻസിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷനാണ്. ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഫോർമുല കണ്ടുപിടിക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും?
ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള അല്ലേ. സോ വി ഹാവ് ടു ടേക്ക് ദിസ് പൊസിഷൻ ഡിഫറൻസ് ലെഫ്റ്റ് സൈഡ്. സോ വി ഹാവ് ടു ഡിവൈഡ്. അപ്പോൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ position difference. So we have come to an important formula. Common difference of an arithmetic sequence is the quotient of its term difference and position difference. Term difference divided by position difference. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പല പ്രോബ്ലംസ് ടെസ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 21 തേർഡ് ക്വസ്റ്റ്യൻ. ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പേജ് 21 ക്വസ്റ്റ്യൻ നമ്പർ 3 എടുക്കുക എല്ലാവരും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഗിവൺ ആസ് 38 ആൻഡ് ninth term is given as 66. What is the 25th term? We have to find out the 25th term. 25th term ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. We have to find out the 25th term. So നമുക്ക് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഈസ് term difference divided by position difference. രണ്ട് ടേമാണ് ഇവിടെ ഉള്ളത്, ഫിഫ്ത്ത് ടേമും നയൻത് ടേമും. ഈ നയൻത് ടേം 66 ആണ്, അത് ഫിഫ്ത്ത് ടേം 38. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 66 മൈനസ് 38. ഇനി ഇത് തമ്മിലുള്ള പൊസിഷൻ്റെ ഡിഫറൻസ്, ഒന്ന് ഫിഫ്ത്ത് പൊസിഷനുള്ള ടേമും ഒന്ന് നയൻത് പൊസിഷനുള്ള ടേമും. അപ്പോൾ പൊസിഷൻ്റെ ഡിഫറൻസ് വരുന്നത് 9 മൈനസ് 5 ആയിരിക്കും. 66 മൈനസ് 38 28 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 4. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 7 കിട്ടി. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ 25th ടേം. 25ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 25ാമത്തെ ടേം നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ടാണ് 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് ടേം. നമുക്ക് ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ടല്ലേ, 5ാമത്തെ ടേം തന്നിട്ടുണ്ട്. 5ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. 4 തവണ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫിഫ്ത്ത് ടേം മൈനസ് 4 ടൈംസ് കോമൺ ഡിഫറൻസ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കാരണം 1ാമത്തെ ടേമിൽ നിന്ന് 5ാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതുകൊണ്ട് 5ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി 5ാമത്തെ ടേമിൽ നിന്ന് 4 തവണ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ഇനി ഫിഫ്ത്ത് ടേം ഈസ് 38 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7. 38 മൈനസ് 28. So the first term we get as 10, and if we have first term, very easily we can get the 25th term. What will be the 25th term? We have first term and the common difference. 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. നമുക്ക് 1ാമത്തെ ടേമും കോമൺ ഡിഫറൻസും അറിയാം. അപ്പോൾ 1ാമത്തെ ടേമിൽ നിന്ന് 25ാമത്തെ ടേം കിട്ടാൻ വേണ്ടി എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 24 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ടേം 25th ടേം ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 24 ടൈംസ് കോമൺ ഡിഫറൻസ്. We have first term as 10, 24 into common difference 7. 10 plus 24 into 7, 168. So 178 will be the 25th term of this arithmetic sequence. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 21 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്:
is 101 a term of the sequence 13, 24, 35. നമുക്ക് 101 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലെങ്കിൽ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച റിലേഷൻ യൂസ് ചെയ്യാം. ടേം ഡിഫറൻസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ഡിഫറൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അതുപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കാം. ഹിയർ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 24 മൈനസ് 13. കോമൺ ഡിഫറൻസ് ഈസ് 11. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള റിലേഷൻ ഇതാണ്. ടേം ഡിഫറൻസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ഡിഫറൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പം ഈ 101ഉം ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ടേം. ഹിയർ ഐ ആം ടേക്കിംഗ് ആസ് ഫസ്റ്റ് ടേം. സോ ഡിഫറൻസ് ബിറ്റ്വീൻ 101 and first term. First term is 13. 101ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് we get as 88. അപ്പോൾ ഏത് പദമാണോ ടേം ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആ പദവും അതിൻ്റെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. നമുക്ക് 88 കിട്ടി. 88 11ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. സോ 88 which is a multiple of common difference 11. അതായത് നമുക്ക് കിട്ടി ടേം ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. സോ വി ക്യാൻ സേ 101 ഈസ് എ ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. Therefore 101 ഈസ് എ ടേം ഓഫ് ദ given sequence. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈസ് 1001 എ ടേം ഓഫ് ദ സീക്വൻസ്? അത് ഇത് ചെയ്തപോലെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് 1001ഉം ഡിഫറൻസ് ബിറ്റ്വീൻ 1001 ആൻഡ് ഫസ്റ്റ് ടേം. First term is 13 and first term 13. 1001 minus 13 988 ആയിരിക്കും. ഈ 988 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലേ. അതായത് നമ്മൾ 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന 888 108 9 times 99, remainder is 9. We get a remainder. അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രം അത് മൾട്ടിപ്പിൾ ആയിരിക്കുള്ളൂ അല്ലേ. അതായത് 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11, which is not a multiple of therefore 1001 is not a term of the given sequence. ഇപ്പോൾ ഒരു ടേം തന്നിട്ട് ആ ടേം ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ തന്നിരിക്കുന്ന സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കി വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പ്രോബ്ലംസും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.